സിംബാബ്വേയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ നേരം ഹരാരെ സിറ്റിയിലെ കാർ ബേൺഔട്ട് എന്ന പരിപാടിയൊക്കെ കണ്ടിട്ട് ഇനി ഉൾനാടുകളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവരുടെ നാടൻ ഭാഷയുമുണ്ട്. ചില കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. വഴികാട്ടി എന്നെ ഉൾവഴികളിലൂടെ നയിച്ചു. കുറെ കുട്ടികളുണ്ട്. സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അടുത്തടുത്ത വീട്ടിലെ കുട്ടികളാവാം. ഒരുവന് എന്റെ ക്യാമറ കണ്ട് പേടിയായി. അവൻ അള്ളിപ്പിടിച്ച് സഹോദരന്റെ എളിയിൽ കയറി. മുതിർന്ന പെൺകുട്ടികളും ക്യാമറ കണ്ട് അടുത്തു വന്നു. വീടിന്റെ പരിസരമൊക്കെ ശോച്യാവസ്ഥയിലാണ്. മഴ പെയ്താൽ ചെളിക്കുളമാകും. ഇപ്പോൾ വേനലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വീടുകളൊക്കെ നേരത്തെ പനമ്പ് നെയ്യുന്നത് കണ്ട പുല്ലുകൊണ്ട് മറച്ച് അതിൽ ചെളി പുരട്ടിയതാണ്. അടുക്കളയാണ് പുറത്തു കാണുന്നത്. വീട് ചെളി തേച്ചുണ്ടാക്കുന്നതാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. ആദ്യം പുല്ലുകൊണ്ട് മെടഞ്ഞു കെട്ടും, എന്നിട്ട് അതിന്റെ പുറത്ത് ചെളി പുരട്ടും. അങ്ങനെയാണ് ചുമരുണ്ടാക്കുക. ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു. കിലിയൻ എമാംബ എന്നാണ് പേര്. ഇങ്ങനെയാണ് വീടിന്റെ കോഴിയും കുട്ടികളും ചിതറി നടക്കുന്ന മുറ്റങ്ങൾ. പിള്ളേരൊക്കെ കുളിച്ചിട്ട് നാളുകളായി. പൊടിമണ്ണിൽ പൂണ്ട് നിൽക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വലിയ ദാരിദ്ര്യാവസ്ഥ. ആഫ്രിക്കൻ സാധാരണ ജീവിതം ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിള്ളേർ നാണക്കാരൊന്നുമല്ല. എല്ലാവരും വന്ന് പരിചയപ്പെടുന്നു.